Hi everyone, welcome to another session by Civils 360 IAS Academy. ഇനിയുള്ള കുറച്ച് സെഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ PYQs നോക്കിയിട്ട് നമ്മൾ വിട്ടു പോകരുതാത്ത കുറച്ച് ടോപ്പിക്സ് എല്ലാ സബ്ജക്റ്റിൽ നിന്നും വിട്ടു പോകരുതാതെ നമ്മൾ എന്തായാലും അറ്റ്ലീസ്റ്റ് നമ്മൾ അതെങ്കിലും പഠിച്ചിരിക്കണം. നമ്മുടെ ഇതിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നല്ല, ബട്ട് നമുക്ക് അറ്റംപ്റ്റ്സ് കൂട്ടാൻ പറ്റും. അതായത് ഫ്രീക്വൻ്റ്ലി നമ്മുടെ UPSC ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഫ്രീക്വൻ്റ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ PYQs അനലൈസ് ചെയ്തിട്ട് ആ ടോപ്പിക്സ് പഠിക്കാൻ പോവാണ്. പ്രിലിംസ് വരെ നമുക്ക് ഈ ഒരു സെഷൻസ് കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ജോഗ്രഫിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജോഗ്രഫിയിലെ ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഈ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ ഒരു 2010 തൊട്ട് 2025 വരെ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 16 ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മാത്രം വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് തരും. അതായത് റെയിൻഫോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ട് നിങ്ങൾ ആ റീജിയൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അതാണ് മോസ്റ്റ്ലി ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാറുള്ള ക്വസ്റ്റ്യൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം നിങ്ങൾക്ക് ആ ക്യാരക്ടറിസ്റ്റിക്സ് അറിയാമെങ്കിൽ മാത്രമേ അത് ഏത് റീജിയൻ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഏത് ക്ലൈമാറ്റിക് റീജിയൻ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഓരോ ക്ലൈമാറ്റിക് റീജിയൻസ് ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പം ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് പറയുമ്പം നമ്മൾ അതിനെ ഒരു ഗ്രിഡായിട്ട് എടുക്കാം. അതായത് നമ്മൾ എർത്ത് എടുക്കുവാണ്, എർത്തിൻ്റെ ഇക്വേറ്റർ ആണ്, 0 ഡിഗ്രി ആണ്. ഇവിടുന്ന് നമ്മൾ 90 ഡിഗ്രി വരെയുള്ള ലാറ്റിറ്റ്യൂഡ്സ് കൺസിഡർ ചെയ്യുകയാണ്. ആ സമയത്ത് പല ലാറ്റിറ്റ്യൂഡ്സിലായിട്ട് നമുക്കിതിനെ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള റീജിയൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 0 ഡിഗ്രി തൊട്ട് ഒരു 10 ഡിഗ്രി വരെയുള്ള റീജിയനെ നമുക്ക് ഹോട്ട് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു 10 ഡിഗ്രി തൊട്ട് 30 ഡിഗ്രി വരെ എടുക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ ഈ ഒരു പോർഷനിൽ തന്നെ നമുക്കിതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഈസ്റ്റേൺ പാർട്ടിൽ ഇതാണ് ഒരു കോണ്ടിനെന്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഈസ്റ്റേൺ പാർട്ട്, ഇതാണ് കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ പാർട്ട്. അപ്പോൾ ഒരു ഈസ്റ്റേൺ പാർട്ടിലായിട്ട് നമുക്ക് ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ വെസ്റ്റിലോട്ട് വരുന്നതിനനുസരിച്ച് മൺസൂൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, റെയിൻഫോൾ വളരെ കൂടിയ ക്ലൈമറ്റ് ആയിരിക്കും അല്ലേ. മൺസൂൺ ഇസ് റെയിൻഫോൾ. അപ്പോൾ റെയിൻഫോൾ കൂടിയതായിരിക്കും ഈ ഒരു ഈസ്റ്റേൺ മോസ്റ്റ് എൻഡിലുള്ളത്. ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, റെയിൻഫോൾ കുറയുമ്പോൾ ഈ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ തന്നെ അത് മാറിയിട്ട് ഗ്രാസ് ലാൻഡ്സ് ആവും, ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ആവും. അതിനാണ് നമ്മൾ സവന്ന എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ട്രോപ്പിക്കൽ മൺസൂൺ ആയിരുന്നു, പിന്നെ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ആയി നമ്മൾ അതിനെ സവന്ന എന്ന് വിളിച്ചു. ഇനി സവന്ന കഴിഞ്ഞിട്ട് ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ് റീജിയൻ ആകുമ്പോഴത്തേന് റെയിൻഫോൾ തീരെ ഇല്ലാതെ ആവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെസേർട്സ് എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ 10 ഡിഗ്രി ടു 30 ഡിഗ്രി എടുക്കുമ്പോൾ നമുക്ക് അതിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റി. ഏതൊക്കെയാണ്, ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് ഉണ്ട്, സാവന്ന ക്ലൈമറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഡെസേർട്സ് ഉണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടെ മുകളിലോട്ട് പോവാണ്, ഈ 30 to 45 ഡിഗ്രി എടുക്കുവാണ്. അവിടെ നമുക്ക് ഇതുപോലെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏറ്റവും ഈസ്റ്റേൺ മോസ്റ്റിലുള്ളതിനെ ഇതിപ്പോൾ എന്ത് പറ്റി, ട്രോപ്പിക്കൽ കഴിഞ്ഞു, 30 കഴിഞ്ഞപ്പോഴത്തേനും ട്രോപ്പിക്കൽ, 23 കഴിയുമ്പോൾ തന്നെ എന്തായി, ട്രോപ്പിക്കൽ കഴിഞ്ഞു. ട്രോപ്പിക്കൽ കഴിഞ്ഞാൽ പിന്നെ എന്തായി, ടെമ്പറേറ്റ് ആയി. ടെമ്പറേറ്റിൽ തന്നെ ഈ 45 to 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് വാം ടെമ്പറേറ്റ് ആയിരിക്കും. ഓക്കെ, 30 to 45 ഡിഗ്രി ഉള്ളത് വാം ടെമ്പറേറ്റ് ആയിരിക്കും. 45 to 60 ആകുമ്പോൾ അതെന്തായി, അത് കൂൾ ടെമ്പറേറ്റ് ആയി. അത് ലോജിക്കലാണല്ലോ അല്ലേ. താഴോട്ടുള്ളതിന് കുറച്ചുകൂടെ ചൂട് കൂടിയ ഏരിയാസ് ആയിരിക്കും, അപ്പോൾ അത് വാം ടെമ്പറേറ്റ് ആയിരിക്കും. മുകളിലോട്ട് പോകുമ്പോൾ അത് കൂൾ ടെമ്പറേറ്റ് ആവും. ഇനി ഈസ്റ്റേൺ മോസ്റ്റ് എൻഡ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റ് ആണ് ചൈന ടൈപ്പ്. ഇതിനെ തന്നെ സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ നമ്മൾ നതാൽ ടൈപ്പ് എന്നും പറയാറുണ്ട്. നമ്മുടെ ഈസ്റ്റേൺ മോസ്റ്റ് വാം ടെമ്പറേറ്റ് ക്ലൈമറ്റിനെ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ചൈന ടൈപ്പ് എന്നും സദേൺ ഹെമിസ്ഫിയറിൽ നതാൽ ടൈപ്പ് എന്നും പറയാറുണ്ട്. അടുത്തത്
കുറച്ച് അകത്തോട്ട് വന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും റെയിൻഫോൾ? ഒബ്വിയസ്ലി ഈസ്റ്റേൺ എൻഡിൽ റെയിൻഫോൾ കൂടുതലായിരിക്കും. റെയിൻഫോൾ കുറച്ചും കൂടെ കുറഞ്ഞ ഏരിയയിലോട്ട് വരുവാണ്. അതാണ് സ്റ്റെപ്പീസ്. സ്റ്റെപ്പീസ് എന്ന് പറയുന്നത് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് ആണ്. തൊട്ട് താഴെ എന്തുണ്ടായിരുന്നു? ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ഉണ്ടായിരുന്നു. നമ്മൾ അതിനെ സവന്ന എന്ന് വിളിച്ചു. അതിന് സവന്നയ്ക്ക് തൊട്ട് മുകളിലായിട്ട് അപ്പൊ എന്ത് വന്നു? സ്റ്റെപ്പീസ് വന്നു. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സിനെയാണ് നമ്മൾ സ്റ്റെപ്പീസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പീസ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വെസ്റ്റിലോട്ട് വരുവാണെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റ് ആണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ്. ഇത് ശരിക്കും നമുക്കൊരു സെപ്പറേറ്റ് റീജിയൻ ആയിട്ട് തന്നെ പറയാൻ പറ്റും. കാരണം ഇവിടുത്തെ ക്ലൈമറ്റിന് ബാക്കി ക്ലൈമറ്റിനെ അപേക്ഷിച്ച് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതാണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ്. മെഡിറ്ററേനിയൻ സീയുടെ റീജിയനിലുള്ള കൺട്രീസിലൊക്കെ ഉണ്ടാവുന്ന ഒരു ക്ലൈമറ്റ് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ് എന്ത്? മെഡിറ്ററേനിയൻ ക്ലൈമറ്റ്. ഇനി നമ്മൾ കൂൾ ടെമ്പറേറ്റിലേക്ക് പോവാണ്. അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഏറ്റവും ഈസ്റ്റിലുള്ളതിനെ നമ്മൾ ലോറൻഷ്യൻ ക്ലൈമറ്റ് എന്നാണ് പറയുന്നത്. വെസ്റ്റിലോട്ട് വരുവാണെങ്കിൽ സ്റ്റെപ്പീസിന് തൊട്ട് മുകളിലാണ് സൈബീരിയൻ ക്ലൈമറ്റ്. ഏറ്റവും വെസ്റ്റ് എൻഡിലുള്ളതാണ് ബ്രിട്ടീഷ് ക്ലൈമറ്റ്. ഇതിനും കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഈ ബ്രിട്ടീഷ് ടൈപ്പ് ഓഫ് ക്ലൈമറ്റിനും കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഇത് നമ്മുടെ UK ഏരിയാസിലുള്ള UK അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഐലൻഡ്സിന്റെ ഏരിയാസിലുള്ളതാണ് മെയിനായിട്ടും ബ്രിട്ടീഷ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഈ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് പോലെ തന്നെ കുറെ സ്പെഷ്യാലിറ്റീസ് ഉള്ളതാണ് ബ്രിട്ടീഷ് ക്ലൈമറ്റ്. ഇതൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. ഒന്ന് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ്, പിന്നെ ബ്രിട്ടീഷ് ക്ലൈമറ്റ്, എന്താണ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് ചോദിക്കാറുണ്ട്, സവന്ന ചോദിക്കാറുണ്ട്. ഇനി ഏറ്റവും മുകളിൽ 60 above 60 പോകുന്നതാണ് അത് പോളാർ റീജിയൻ ആയിരിക്കും അല്ലേ. ഭയങ്കര ഐസ് കോൾഡ് ആയിട്ടുള്ള പോളാർ റീജിയനിലുള്ള ക്ലൈമറ്റ്. ഇതാണ് സിംപ്ലി നമ്മുടെ ക്ലൈമാറ്റിക് റീജിയൻസ് അല്ലെങ്കിൽ ക്ലൈമാറ്റിക് ഗ്രിഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ക്ലൈമറ്റ് ആയിട്ട് നോക്കാം. ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേറ്ററിനോട് ചേർന്ന് കാണപ്പെടുന്ന ഇക്വറ്റോറിയൽ ക്ലൈമറ്റ്. പേരിൽ പറഞ്ഞേക്കുന്നത് കണക്ക് തന്നെ ദിസ് ഈസ് ഹോട്ട് ആസ് വെൽ ആസ് വെറ്റ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേറ്റർ റീജിയനിൽ അത് ഭയങ്കര ക്ലൗഡഡ് ആയിട്ടുള്ള തിക്ക് ക്ലൗഡ്സ് ഉള്ള ഒരു റീജിയൻ ആണ്. അപ്പൊ എന്ത് പറ്റും? തിക്ക് ക്ലൗഡ്സ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ എഫക്റ്റ്? ഒരുപാട് ഇൻസുലേഷൻ വരാതെ ഈ തിക്ക് ക്ലൗഡ്സ് പ്രൊട്ടക്ട് ചെയ്യും. തിക്ക് ക്ലൗഡ്സിന് ഒരു കൂളിംഗ് ഇഫക്റ്റ് ഉണ്ട്. സോ അവിടെ ടെമ്പറേച്ചർ കൂടുതലാണോ എന്ന് വെച്ചാൽ കൂടുതലാണ്. പക്ഷെ ആ ഒരു ടെമ്പറേച്ചർ എപ്പോഴും ഒരു സെയിം ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. സേ ഒരു 26 to 28 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഓൾവേസ് ഈ റീജിയനിലൊരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇത് കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ ഇക്വേറ്ററിനോട് ചേർന്ന റീജിയൻസിലാണ്. ഒരു 5 ഡിഗ്രി തൊട്ട് 10 ഡിഗ്രി വരെയുള്ള നോർത്ത് ആൻഡ് സൗത്ത് ലാറ്റിറ്റ്യൂഡിലാണ് എന്ത് കാണപ്പെടുന്നത്? ഈ ഒരു ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് കാണപ്പെടുന്നത്. മെയിനായിട്ട് പറയുവാണെങ്കിൽ ആമസോൺ ബേസിൻ, കോങ്കോ ബേസിൻ, പിന്നെ നമ്മുടെ ഈ ഒരു സൗത്ത് ഈസ്റ്റിലുള്ള കുറേ കൺട്രീസ്, മലേഷ്യ, ഇന്തോനേഷ്യ പോലെയുള്ള ആ ഒരു ബഞ്ച് ഓഫ് ഐലൻഡ് കൺട്രീസ്, ഇവിടെ എല്ലാമാണ് എന്ത് കാണപ്പെടുന്നത്? ഈ ഒരു ഹോട്ട് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് കാണപ്പെടുന്നത്. ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് ഒരു യൂണിഫോം ടെമ്പറേച്ചർ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ക്ലൈമറ്റിന്റെ ഒരു പ്രത്യേകതയാണ് ഒരു രാവിലെ തൊട്ട് ഉച്ച വരെ ഇവിടെ ഭയങ്കര ചൂടായിരിക്കും. പക്ഷെ ഉച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള സ്റ്റോം വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് അത് അനുഭവപ്പെടുന്ന ഒരു ഏരിയ ആണ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഇവിടെ റെയിൻഫോൾ അബണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെജിറ്റേഷൻ എങ്ങനെയായിരിക്കും? ഒരു എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ് വെജിറ്റേഷൻ ആയിരിക്കും. ആമസോണൊക്കെ എന്താണ്? ആമസോൺ ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് എന്ത്? ആമസോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇക്വറ്റോറിയൽ ഏരിയയിൽ എവർഗ്രീൻ ഫോറസ്റ്റ് വെജിറ്റേഷൻ ആയിരിക്കും. ലൈക്ക് സെൽവാസ് ഓഫ് ആമസോൺ. സെൽവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഫോറസ്റ്റ് റീജിയനെ വിളിക്കുന്ന പേരാണ് സെൽവാസ് എന്ന്. അപ്പോൾ ട്രോപ്പിക്കൽ റീജിയനിൽ, ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയനിൽ ട്രോപ്പിക്കൽ എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ് ആയിരിക്കും കാണപ്പെടുന്നത്. ആൻഡ് ട്രീസ് ലൈക്ക് മഹാഗണി, എബണി ആൻഡ് ലെയ്നാസ്, ഇങ്ങനത്തെ ട്രീസ് ആയിരിക്കും. മഹാഗണി, എബണി പോലത്തെ ട്രീസ് ആയിരിക്കും ഈ ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്യോർ സ്റ്റാൻഡ് കാണാൻ പറ്റില്ല. നോ പ്യോർ സ്റ്റാൻഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ സ്പീഷീസ് ഓഫ് ട്രീസ് എങ്ങും ഒരുമിച്ച് വളരാറില്ല. ഇപ്പൊ കുറെ മഹാഗണീസും കുറെ എബണീസും ഒന്നും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കാണത്തില്ല. ഇതിങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും വളരുന്നത്. നമുക്കപ്പോൾ എന്താണ് ഈ ലുംബറിങ് പോലത്തെ ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ വുഡ് കട്ട് ചെയ്ത് അത് യൂസ് ചെയ്യാനായിട്ട് ഉള്ള ഇൻഡസ്ട്രിയാണ് ലുംബറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്.
അപ്പം അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഇവിടെ വളരെ കുറവായിരിക്കും. നമ്മൾ ഇപ്പം ഇവിടെ ഒരു സ്ഥലത്ത് ഒരു മഹാഗണിയുടെ വുഡ് നമുക്ക് കിട്ടിയെങ്കിൽ പിന്നെ നമുക്ക് അത് കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ കിലോമീറ്റേഴ്സ് പോകേണ്ടി വരും. അത് ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലേ. അപ്പോൾ ഒരു പ്യോർ സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് ലുംബറിങ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇവിടെ ഒരുപാട് വുഡ്സും ഒരുപാട് ഫോറസ്റ്റഡ് ഏരിയ ആയിട്ട് പോലും ലുംബറിങ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ പിന്നെ ഇവരെന്തായിരിക്കും ചെയ്യുന്നത്? ഇവര് സസ്റ്റെയിൻ ചെയ്യുന്നത് ജും കൾട്ടിവേഷൻ, നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻ ആണ് ജും കൾട്ടിവേഷൻ അല്ലെ, അതായത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അപ്പോൾ ഇതിന് പല സ്ഥലത്ത് പല പേരാണ് പറയുന്നത്. മിൽപ്പ എന്ന് പറയുന്നത് നമ്മുടെ മെക്സിക്കൻ റീജിയണിലുള്ള ഫോറസ്റ്റിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആണ് മിൽപ്പ എന്ന് പറയുന്നത്. അപ്പം മിൽപ്പ, ജും പോലെയുള്ള ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആണ് ആര് പ്രാക്ടീസ് ചെയ്യുന്നത്? ഇക്വറ്റോറിയൽ ക്ലൈമറ്റിലുള്ള ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി ഇവിടെ കാണപ്പെടുന്ന മേജർ ട്രൈബ്സ് ആണ് പിഗ്മീസ് ആൻഡ് ഒറാങ് അസ്ലി. പിഗ്മി ട്രൈബ്സ് കാണപ്പെടുന്നത് കോങ്കോ റീജിയണിലാണ്, അതേപോലെ ഒറാങ് അസ്ലി കാണപ്പെടുന്നത് മലേഷ്യൻ റീജിയണിലാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു റീജിയണിനെ പറ്റിയുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ആലോചിച്ചിരിക്കേണ്ടത് ഇത് എവിടെയൊക്കെയാണ്? ഒന്ന് ആമസോൺ ബേസിൻ, കോങ്കോ ബേസിൻ, പിന്നെ നമ്മുടെ ഈ ഒരു സൗത്ത് ഈസ്റ്റ് ഏരിയയിലുള്ള ഫിലിപ്പൈൻസ്, മലേഷ്യ, ഇന്തോനേഷ്യ പോലുള്ള കൺട്രീസ്. അതേപോലെ തന്നെ ഇവിടെ കാണപ്പെടുന്ന വെജിറ്റേഷൻ എന്താണ്? എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ് ആണ്. ഇവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്, അതേപോലെ തന്നെ അത് യൂണിഫോം ടെമ്പറേച്ചർ ആണ്. റെയിൻ ഉണ്ട്, അത് ഓൾമോസ്റ്റ് എല്ലാ ഡേയ്സിലും റെയിൻ ഉണ്ട് ഒരു ടൈമിന് ശേഷം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഇവരുടെ മെയിൻ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആണ്. മോറോവർ ഇവിടെ കാണപ്പെടുന്ന കൾട്ടിവേഷൻസിൽ ഒന്നാണ് കൊക്കോ, പിന്നെ റബ്ബർ, പാം ഓയിൽ, അങ്ങനത്തെ ക്യാഷ് ക്രോപ്സ് കൂടുതലായിട്ടും ഇവര് കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ വേറൊരു മെയിൻ കാര്യമാണ് മൈനിങ് ആക്ടിവിറ്റി. ഈ കോങ്കോ ബേസിൻ എന്ന് പറയുന്നത് കൊബാൾട്ട് പോലുള്ള എലമെന്റ്സിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഏരിയ ആണ് കോങ്കോ ബേസിൻ എന്ന് പറയുന്നത്. അതേപോലെ ഈ ഒരു ഏരിയയിൽ ഫുള്ള് മൈനിങ് ആക്ടിവിറ്റീസ് കുറച്ച് കൂടുതലാണ്. ഒരുപാട് മിനറൽ റിസോഴ്സസ് ഉള്ള ഒരു ഏരിയ കൂടിയാണ് എന്തെന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കാണപ്പെടുന്ന ട്രൈബ്സ് ആണ് പിഗ്മീസും ഒറാങ് അസ്ലീസും. പിഗ്മീസ് കാണപ്പെടുന്നത് കോങ്കോ റീജിയണിൽ, ഒറാങ് അസ്ലി കാണപ്പെടുന്നത് മലേഷ്യയിൽ. അപ്പൊ അതാണ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിനെ പറ്റി പറയാനുള്ളത്.